അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ ഉസ്താദുമാർ, മറ്റു എൻ്റെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, വിധികർത്താക്കളെ, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ മോട്ടിവേഷൻ ക്ലാസ് പറയാൻ ഉദ്ദേശിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അതിനു മുന്നേ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ സി എ. ഞാൻ കാളിയറോട്ടുന്ന വരുന്നു. ഇപ്പോൾ ഇവിടെ ദർസ് പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കണമെന്ന് നല്ലോണം ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നത്? പറയും. ഭയം, പേടി, നമ്മുടെ വിജയ സാധ്യത കുറയ്ക്കുന്ന മറ്റൊരു കാര്യം മടി. ഇങ്ങനെ പല കാര്യങ്ങളുമാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തുന്നതെന്ന് പുറകോട്ട് വലിക്കുന്നത്. അതുപോലെ എനിക്കിതൊക്കെ കഴിയോ, ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ വരും. നമ്മൾ ശരിക്കും ഇതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി ഞാൻ പറയട്ടെ, ഒരു ചരിത്രമുണ്ട്. ഹദ്ദ് യുദ്ധത്തിന്റെ ചരിത്രം അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവര് മക്കയിൽ നിന്ന് വരുന്ന ഖുറൈശികൾ, മറ്റു ഗോത്രക്കാർ വലിയ ശത്രുക്കളായിട്ട്, വലിയ സൈന്യമായിട്ട് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തിനും അവർക്ക് ലക്ഷ്യം, ഒരൊറ്റ ലക്ഷ്യം, മദീനയെ സംരക്ഷിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ലക്ഷ്യത്തോടു കൂടി അവർക്കൊരു നിയ്യത്തുണ്ട്. എന്താ നിയ്യത്ത്? അള്ളാഹുവിന്റെ പ്രീതി. ഈ ലോകത്ത് അവർക്ക് ഒന്നും ലഭിക്കാനില്ല, ഒന്നും കിട്ടാനില്ല. അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ ലക്ഷ്യവും നെയ്യത്തും കഠിനമായപ്പോൾ അവര് നല്ല എഫേർട്ട് എടുത്തു. നബിതങ്ങൾക്കും സ്വഹാബത്തിനും അറിയാമായിരുന്നു മക്കയിൽ നിന്ന് വരുന്നവർ വലിയ സൈന്യമാണെന്ന്. അതുകൊണ്ട് അവര് മദീനയിലൊക്കെ തുറന്ന ഭാഗത്ത് വലിയൊരു കിടങ്ങ് കുടിച്ചു. വലിയൊരു കിടങ്ങ്. ഈ കിടങ്ങ് കുടിക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും, പല ദിവസങ്ങളിലും അവരുടെ അടുപ്പിൽ തീ കത്തിയിട്ടില്ലെന്ന്. വിശപ്പ് കഠിനമായിട്ട് സ്വഹാബത്ത് നിബിത്തങ്ങളും കല്ല് വയറ്റിൽ കെട്ടി എന്ന് വരെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അവരവിടെ വലിയ എഫേർട്ട് എടുത്തു. അത് ആ നിയ്യത്തും ലക്ഷ്യവും ശക്തമായപ്പോൾ പിന്നെ അവർക്ക് അവരുടെ അധ്വാനത്തിന് കഠിനത്തിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. ഇപ്പം നമ്മൾക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ കുറവോ തോൽവി എന്തെങ്കിലും കാണുമ്പോൾ നമ്മളാകെ ഒന്നും ഇല്ലാണ്ടായി പോകും. ഞാൻ പോയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്നെ കൂടെ കഴിയും, അങ്ങനത്തെ ചിന്തകളൊക്കെ വരും. അതൊന്നും ഉണ്ടാവാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് പരിശ്രമിക്കാം. ഒരു കഥ പറയാം. നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് നാരായണത്ത് പ്രാതൻ. അദ്ദേഹത്തിന് പിന്നെ വലിയൊരു ഫിലോസഫി ഉണ്ട്. അദ്ദേഹം ചെയ്യുന്നത് എന്താ? വലിയ പാറക്കല്ല് മലമുകളിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് അത് നിലത്ത് വീണ്ടും കണ്ട് പൊട്ടിച്ചിരിക്കും, അല്ലേ? അദ്ദേഹം പഠിപ്പിക്കുന്ന, നമ്മൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കും, അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ അധ്വാനത്തിൽ നിന്ന് അദ്ദേഹം നിലത്ത് വീഴുമ്പോൾ, എന്തെങ്കിലും ഒരു പരാജയം നേടുമ്പോൾ അദ്ദേഹം അടിപതറാതെ നിൽക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം അതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു തോൽവി, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അടിപതറാതെ നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ കളിയാക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ കളിയാക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം, ഞാൻ SSLC പഠിക്കുന്ന സമയത്ത്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്. 10ാം ക്ലാസ് ഇപ്പോൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ SSLC പഠിക്കുമ്പോൾ എനിക്ക് ഹിന്ദിയിൽ ഇത്തിരി ബാക്കില്ല. ടീച്ചർ എന്നെ പല രീതിയിൽ, കാരണം ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും 20 മാർക്കിനൊക്കെ 2 മാർക്ക് 1 മാർക്ക് കിട്ടുക, അങ്ങനെയാണ് എൻ്റെ റിസൾട്ട്. പിന്നെ ടീച്ചർ പറഞ്ഞു എന്തായാലും പരീക്ഷയ്ക്ക് ജയിക്കില്ല. പിന്നെ എനിക്ക് വാശി. അപ്പം ഞാൻ എൻ്റെ ഉസ്താദിനോട് ഒരു മാസം ലീവ് വേണം പറയാം SSLC ടൈമിൽ. അങ്ങനെ ഒരു മാസം ലീവ് വാങ്ങി ഞാൻ വീട്ടിൽ പോയിട്ട് ഇരുന്ന് പഠിച്ചു. അങ്ങനെ SSLCയിലേക്ക് ഹിന്ദിയിൽ A+ കിട്ടി. മനസ്സിലായില്ലേ? ഇവിടെ അതേപോലെ മറ്റൊരു കഥ. ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, പലരും പല രീതിയിൽ കളിയാക്കി. നിന്റെ കാലം പ്രസംഗിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനതൊന്നും നോക്കിയില്ല. അന്ന് ഇവിടെ അടിപൊളിയായി പ്രസംഗിച്ചവനെ തോൽപ്പിച്ച് ഞാൻ ഫസ്റ്റ് വന്നു. ഞാനെന്നെ പൊക്കി പറയല്ല, ഞാൻ പറയാ. അപ്പൊ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നിരുത്സാഹപ്പെടാതെ നമ്മൾ പ്രയത്നിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്തായാലും വിജയിക്കും. ഒരു കഥ ഉണ്ട്. ഒരു വ്യക്തിക്ക് ഇടുപ്പ് വേദന വന്നിട്ട് അദ്ദേഹം ഡോക്ടറിനെ കാണാൻ പോയി. അപ്പൊ ആ ഡോക്ടർ നിർദ്ദേശിച്ചു ഒഴിച്ചലിന് പോകാൻ. അപ്പൊ ഈ ഡോക്ടറല്ല ഒഴിച്ചൽ ചെയ്യുന്നത്, വേറെ ഒരാളാണ്, മറ്റുള്ളവരാണല്ലോ. അവര് രാവിലെ 5 മണി മുതൽ 6 മണി വരെ കഷ്ടപ്പെട്ട് ഒഴിയാണ്. എന്നിട്ട് അവർക്ക് മാസം കിട്ടുന്ന ശമ്പളം 15,000 20,000 രൂപ. എന്നാൽ വെറും 10-15 മിനിറ്റ് കൊണ്ട് എന്താ രോഗം, എന്താ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടറിന് കിട്ടുന്നത് 1 ലക്ഷം 2 ലക്ഷം രൂപ. ഇത് നീതിക്കേണ്ട
എന്താണ് ഇത്? ഒരു അനീതിയുമില്ല. കാരണം ആ ഡോക്ടർ ആ നിലയ്ക്ക് എത്തുന്നതിന് മുന്നേ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് രാവുകൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാകും, ഒരുപാട് രാവുകൾ വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഒരുപാട് പ്രിയപ്പെട്ട നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും, ഇല്ലേ? അങ്ങനെയാണ് നിലയ്ക്ക് എത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ 3 കാര്യങ്ങൾ മുറുകെ പിടിക്കണം. ഒന്ന്, നല്ല ലക്ഷ്യമുണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതല്ല ലക്ഷ്യം, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ലക്ഷ്യം വരണം. അതിൽ നല്ല നിയ്യത്ത് വേണം. നിയ്യത്തിൻ്റെ പ്രാധാന്യം പറയും. ഇപ്പോൾ ഒരാൾക്ക് സമ്പന്നനാവണമെങ്കിൽ ആൾക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും, ഹറാമായ മാർഗത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിയ്യത്ത് അവിടെ നന്നാക്കണം, ഹലാലായ മാർഗം. മനസ്സിലായോ? അങ്ങനെ നിയ്യത്തും ലക്ഷ്യവും നിയ്യത്തും കൂടി കഠിനമായാൽ നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു നല്ല ഗുണപാഠം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.